സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം ലഭിക്കുന്നതാണ്. ഇനി ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാൻ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതിനാൽ എല്ലാവരും തന്നെ ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭ്യമാകും. 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലുമാണ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ജൂൺ മാസത്തിൽ ലഭിക്കുക. കൂടാതെ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭ്യമാകുന്നതാണ്. നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭ്യമാകുന്നത്. കൂടാതെ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ്. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ലഭ്യമാകുന്നത്. ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാനുള്ളവർ എത്രയും വേഗം അവ മേടിക്കേണ്ടതാണ്. കൂടാതെ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറാനായിട്ടുള്ള അവസരമുണ്ട്. അർഹരായിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. നിലവിൽ നീല വെള്ള റേഷൻ കാർഡിൽ നിരവധി ആളുകളാണ് പിങ്ക് കാർഡിന് അർഹതയുള്ളത്. അതിനാൽ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പല സബ്സിഡി ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല. നീല റേഷൻ കാർഡിന് റേഷൻ വിഹിതവും കുറവാണ്. അതിനാൽ അർഹതയുള്ളവർ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ചാൽ അത് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിലവിൽ ജൂൺ 30 വരെയാണ് സമയമുള്ളത്. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും, വാടക വീടാണെങ്കിൽ വാടക കരാറും, പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമൊക്കെ ഇതിലേക്ക് വേണ്ട രേഖകളാണ്. കൂടാതെ സർക്കാർ സഹായത്ത ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും വയ്ക്കാൻ സാധിക്കും. കൂടാതെ മാരക രോഗമുണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ സാധിക്കും. ഇവർക്കൊക്കെ പിങ്ക് കാർഡിലേക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.